പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചാപ്റ്റർ 3 ഫസ്റ്റ് പാർട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ 48, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. The method of representing electrons of the outermost shell using dots around the symbol of an element was first introduced by chemist Gilbert N. Lewis. അതായത് ഇലക്ട്രോണുകളെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. നമ്മൾ ആറ്റത്തിൻ്റെ ഒരു സിമ്പൽ എഴുതുക, അതിനുശേഷം അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണോ ആ ഇലക്ട്രോണിനെ, ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഒരു ഡോട്ട്, ആ ഒരു രീതിയിൽ ഡോട്ടുകൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി ആദ്യമായിട്ട് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. ദെൻ ഈ ഡോട്ടിന് പകരം നമുക്ക് ക്രോസ് സിമ്പലും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ക്രോസ് സിമ്പിൾസ് ആർ ഓൾസോ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡോട്ട്. ഓൺലി വാലൻസ് ഇലക്ട്രോൺസ് ആർ മാർക്ക്ഡ് അറൗണ്ട് ദ സിമ്പൽ ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ സിമ്പലിൻ്റെ മേലെ നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണാണ്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസിനെ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട്, യു നോ ദാറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ഈസ് 281 ആൻഡ് ദാറ്റ് ഓഫ് ക്ലോറിൻ ഈസ് 287. അപ്പോൾ സോഡിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. നോട്ട് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് സോഡിയം ആറ്റം ഗിവൺ ബിലോ. അല്ലെ, അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആയതുകൊണ്ട് സോഡിയം എലമെൻറ്റിൻ്റെ സിമ്പൽ Na എന്നാണ്. ആ സിമ്പൽ എഴുതിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ഡോട്ട് കൊടുത്താൽ മതി. ദെൻ അവിടെ ഒരു റെപ്രസെൻ്റ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ക്ലോറിൻ ആറ്റം, അത് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്, ക്ലോറിൻ ആറ്റത്തിൻ്റെ സിമ്പൽ എഴുതാൻ. അപ്പോൾ ക്ലോറിൻ ആറ്റത്തിന് നമ്മൾ സിമ്പൽ കൊടുത്തിട്ട് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം, അല്ലേ, ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്, 287 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 7 ആണ്. അതുകൊണ്ട് 7 ഡോട്ട് അവിടെ കൊടുത്താൽ മതി, സിമ്പിളാണ് ചെയ്യാൻ. ദെൻ നോട്ട് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന സമയത്തുള്ള ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാത്തിൻ്റെ ചിത്രമാണ് ഫിഗർ 3.4 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആയതുകൊണ്ട് Na എന്ന സിമ്പിൾ എഴുതുക, ഒരു ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുക. ദെൻ പ്ലസ് ക്ലോറിൻ 287 ആണ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആയതുകൊണ്ട് 7 ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് ക്ലോറിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോഡിയം ക്ലോറിനും കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന സമയത്ത് സോഡിയം ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡൊണേറ്റ് ചെയ്യായതുകൊണ്ട് സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. ദെൻ അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഇല്ലല്ലോ, അതുകൊണ്ട് അവിടെ സോഡിയത്തിന് മേലെ ഡോട്ടൊന്നും കൊടുത്തിട്ടില്ല, പ്ലസ് ചാർജ് ആണുള്ളത്. ദെൻ ക്ലോറിൻ എന്ത് ചെയ്യുന്നുണ്ട്, സോഡിയത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ഇലക്ട്രോണും കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇപ്പോൾ 8 ഇലക്ട്രോൺ ഉണ്ട്. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, 8 ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യണം. ദെൻ ക്ലോറിൻ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലോറിന് നെഗറ്റീവ് ചാർജാണ്. അനലൈസ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ദ ഇല്ലുസ്ട്രേഷൻ Figure 3.3 showing the arrangement of electron in shell during the formation of sodium chloride. ആ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം അതേപോലെ ഫിഗർ 3.3യും നോക്കിയിട്ട് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നതിൻ്റെ പിക്ചർ മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സോഡിയം എന്ന് പറഞ്ഞ എലമെൻറ്റ്, സോഡിയം ആറ്റം ബിഫോർ കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥയും ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ, അതേപോലെ ക്ലോറിനും എന്ത് ചെയ്യുന്നുണ്ട്, ബിഫോർ കെമിക്കൽ റിയാക്ഷനും ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ. അവിടെ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് നോക്കാം. ദെൻ സോഡിയത്തിൻ്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 281 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ, അല്ലേ, 1 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് കെമിക്കൽ റിയാക്ഷൻ 28 എന്നായിട്ടാണ് മാറുക. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, സോഡിയത്തിൻ്റെ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രോണിൻ്റെ എണ്ണം 11 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ എന്തായിട്ട് മാറും, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തത് കൊണ്ട് 10 ആയിട്ട് മാറും. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 11 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷനും 11 തന്നെയാണ്. അവിടെ നമ്മൾ 10 എഴുതാൻ പാടില്ല, കാരണം ഇലക്ട്രോൺസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡൊണേറ്റ് ചെയ്യും ആക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യപ്പെടുന്നത്. പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ ഒരു ചേഞ്ചും വരുന്നില്ല, അതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണം ഇപ്പോൾ സെയിം ആയിരിക്കും. ദെൻ ചാർജിൻ്റെ കോളത്തിൽ നമുക്ക് ന്യൂട്രൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ ചാർജ് ലെസ് എന്ന് എഴുതിയാലും ശരിയാണ്. ദെൻ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ സോഡിയത്തിന് കിട്ടുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ദെൻ ഇൻ ദ കേസ് ഓഫ് ക്ലോറിൻ്റെ കേസിൽ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ എന്തായിട്ട് മാറും, 288 ആയിട്ട് മാറും. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ 17 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ 18 ആയിട്ട് മാറും. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് പ്രോട്ടോൺ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 17 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷനും അത് 17 തന്നെയാണ്.
Then the charge. Before chemical reaction neutral. Then after chemical reaction chlorine charge നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ടേബിൾ സിമ്പിളാണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. നോട്ട് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന സമയത്തുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോഡിയം ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്, സോഡിയം അയോണായി മാറുന്നുണ്ട്. Na gives Na പ്ലസ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുക, ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ് സോഡിയം ആറ്റം എന്തായിട്ട് മാറുന്നത്, സോഡിയം അയോണായിട്ട് മാറുന്നത്. ചാർജുള്ള ആറ്റത്തിനാണ് നമ്മൾ അയോൺ എന്ന് പറയുക. അപ്പോൾ സോഡിയം ആറ്റത്തിൻ്റെ മേലെ ഒരു പ്ലസ് ചാർജ് ഉള്ളത് കൊണ്ട് അത് സോഡിയം അയോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ ക്ലോറിൻ്റെ കേസിലാണെങ്കിൽ Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ക്ലോറിൻ എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് Cl- ആയിട്ടാണ് മാറുന്നത്. Then during the formation of sodium chloride, sodium atom donate an electron and gets converted to sodium ion Na+. അല്ലേ, അതായത് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് സോഡിയം അയോണായിട്ട് കൺവേർട്ട് ചെയ്യുക. ക്ലോറിൻ ആറ്റം ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ ടു ഫോം ക്ലോറൈഡ് അയോൺ. ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ക്ലോറൈഡ് അയോണായിട്ട് മാറുന്നുണ്ട്. The positive ion formed by losing electrons during chemical reactions are called cations. അതായത് കെമിക്കൽ റിയാക്ഷൻ്റെ സമയത്ത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ലൂസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് അയോണായിട്ട് മാറാനുള്ള കഴിവിനാണ് അല്ലെങ്കിൽ മാറുന്ന അയോണുകളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, കാറ്റയോൺ എന്നും. പോസിറ്റീവ് അയോണായിട്ടാണല്ലോ മാറുക ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ പോസിറ്റീവ് അയോണായിട്ട് മാറുന്നതിനെ കാറ്റയോൺ എന്നും. ആൻഡ് ദ നെഗറ്റീവ് അയോൺ ഫോംഡ് ബൈ ആക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ആനയോൺ. അതായത് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് അയോണായിട്ട് മാറുന്നവയെ ആനയോൺ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കാറ്റയോണും ആനയോണും, പോസിറ്റീവ് അയോൺ കാറ്റയോൺ എന്നും നെഗറ്റീവ് അയോൺ ആനയോൺ എന്നും അറിയപ്പെടുന്നു. ഇൻ സോഡിയം ക്ലോറൈഡ് ദ സോഡിയം അയോൺ ആൻഡ് ക്ലോറൈഡ് അയോൺ ആർ ഹെൽഡ് ടുഗദർ ബൈ ആൻ അയോണിക് ബോണ്ട്. അല്ലേ, അതായത് സോഡിയം അയോണാണ്, ക്ലോറിനും അയോണാണ്. അപ്പോൾ സോഡിയം അയോണും ക്ലോറൈഡ് അയോണും എങ്ങനെയാണ്, ഒരു അയോണിക് ബോണ്ട് വഴിയാണ് ഇവർ പരസ്പരം ഹെൽഡ് ചെയ്തത്, ബന്ധിച്ച് നിർത്തുന്നത്. The electrostatic force of attraction between the oppositively charged ions in an ionic compound is responsible for keeping them together. അതായത് ഈ ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള അയോൺസിനെ പരസ്പരം അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്ന ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഈ കോമ്പൗണ്ട് അയോണിക് കോമ്പൗണ്ടിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ പരസ്പരം ചേർത്ത് നിർത്തുന്നത്. The electrostatic force of attraction that hold together the oppositively charged ions in an ionic compound is called ionic bond. അതായത് അയോണിക് ബോണ്ടിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അയോണിക് കോമ്പൗണ്ടിലുള്ള അയോൺസിനെ പരസ്പരം, ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസിനെ പരസ്പരം ചേർത്ത് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സാണ് അയോണിക് ബോണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോവാലൻ്റ് ബോണ്ട്. ഇത് ഇലക്ട്രോവാലൻ്റ് ബോണ്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. Then you might have seen the burning of magnesium ribbon in air. What is the compound formed here? അല്ലേ, നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ ചെയ്യുന്നതാണ്. മഗ്നീഷ്യം റിബൺ കത്തിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ക്ലാസ്സിലൊക്കെ അല്ലേ. മഗ്നീഷ്യം റിബൺ കത്തിക്കുന്ന സമയത്ത് അവിടെ ബേണിംഗ് ഓഫ് മഗ്നീഷ്യം റിബൺ കത്തിക്കുന്ന സമയത്ത് എന്ത് കോമ്പൗണ്ടാണ് ഫോം ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടില്ലേ. മഗ്നീഷ്യം റിബൺ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക, അതായത് ഒരു വസ്തു കത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ മഗ്നീഷ്യം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡാണ് നമുക്ക് ലഭിക്കുക. ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദി ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് ഇസ് ഗിവൺ ബിലോ. അല്ലേ, മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 3.5. മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയതുകൊണ്ട് അവിടെ 2 ഡോട്ട് യൂസ് ചെയ്യുക. മഗ്നീഷ്യത്തിൻ്റെ സിമ്പൽ എഴുതുക, ദെൻ 2 ഡോട്ട് യൂസ് ചെയ്യുക. ദെൻ ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. ഓട്ടോമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. സോ 6 ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ മഗ്നീഷ്യവും ഓക്സിജനും കമ്പൈൻ ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് മഗ്നീഷ്യം ഓട്ടോമോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോണിന് ഓക്സിജന് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 2 ഇലക്ട്രോൺ കൊടുക്കുന്നത് കൊണ്ട് മഗ്നീഷ്യത്തിന് 2+ ചാർജും 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഓക്സിജന് 2- ചാർജുമാണ് ലഭിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ ഫില്ല് ചെയ്ത പോലെ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് 3.6. ആ ടേബിളിൽ മഗ്നീഷ്യത്തിൻ്റെ ബിഫോർ കെമിക്കൽ റിയാക്ഷനും ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷനുമായിട്ടുള്ള ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 282 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ 28. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 12 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ 10. ദ നമ്പർ ഓഫ് പ്രോട്ടോൺ
ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 12 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷനും 12 തന്നെയാണ്. ദെൻ ചാർജ് ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ന്യൂട്രലാണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ 2 ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജാണ്. ദെൻ ഓക്സിജൻ്റെ കേസാണെങ്കിൽ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 2,6 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ അത് 2,8 ആയിട്ട് മാറും. ദെൻ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ അത് 10 ആയിട്ട് മാറും. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലേ ബിഫോറും ആഫ്റ്ററും 8 തന്നെയാണ്. ദെൻ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ഓക്സിജൻ്റെ കേസിൽ ചാർജ് ന്യൂട്രലാണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ അത് നെഗറ്റീവായിട്ട് മാറും. ദെൻ വിച്ച് ആർ ദി അയോൺസ് പ്രസൻറ്റ് ഇൻ മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡിൽ ഏതൊക്കെ അയോൺസാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മഗ്നീഷ്യം അയോണും ഓക്സൈഡ് അയോണുമാണ്. ദെൻ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം മഗ്നീഷ്യം ടു ഓക്സിജൻ ഡ്യൂറിങ് ദി ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് അല്ലേ, അതായത് എത്ര ഇലക്ട്രോണാണ് മഗ്നീഷ്യത്തിൽ നിന്ന് ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 2 ഇലക്ട്രോൺ. Then it can be understood that an ionic bond is formed between magnesium and oxygen by the transfer of electron during the formation of magnesium oxide. അതായത് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്തിക്കൊണ്ട് ഒരു അയോണിക് ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട് മഗ്നീഷ്യവും ഓക്സിജനും തമ്മിൽ. The compounds that are formed by ionic bonding are known as ionic compound or electrovalent compound. അതായത് അയോണിക് ബോണ്ടിങ് വഴിയാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതെങ്കിൽ ആ കോമ്പൗണ്ട്സിനെ നമ്മൾ അയോണിക് കോമ്പൗണ്ട് എന്നോ അല്ലെങ്കിൽ ഇലക്ട്രോവാലൻറ്റ് കോമ്പൗണ്ട് എന്ന പേരിലോ ആണ് അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അയോണിക് കോമ്പൗണ്ട്. അയോണിക് കോമ്പൗണ്ടിൻ്റെ പ്രത്യേകതകൾ. ദെൻ അയോണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി സോലുബിൾ ഇൻ പോളാർ സോൾവെൻറ്റ്സ് സച്ച് ആസ് വാട്ടർ. അല്ലേ, അയോണിക് കോമ്പൗണ്ട് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ പോലുള്ള പോളാർ സോൾവെൻറ്റിൽ സോലുബിൾ ആണെന്നാണ് പറയുന്നത്. പോളാർ സോൾവെൻറ്റ് എന്നാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ ദേ ആർ നോൺ വോളട്ടൈൽ ആൻഡ് ഹാർഡ്. അല്ലേ, അയോണിക് കോമ്പൗണ്ട്സ് നോൺ വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോവാത്തതാണ്. അതേപോലെ എന്താണ്, ഹാർഡാണ്. ദേ എക്സിസ്റ്റ് ആസ് ക്രിസ്റ്റൽസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ ഇത് ക്രിസ്റ്റലുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ജനറലി ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്. അല്ലേ, അയോണിക് കോമ്പൗണ്ട്സിന് ഉയർന്ന മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ആയിരിക്കും. ദെൻ ദ ലാസ്റ്റ് പോയിൻറ്റ്, ദോ അയോണിക് കോമ്പൗണ്ട്സ് ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ അയോണിക് കോമ്പൗണ്ട് ഒന്നും ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നില്ല. ബട്ട് ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് അക്വ സ്റ്റേറ്റ്. മോൾട്ടൺ സ്റ്റേറ്റിൽ ഉരുകിയ അവസ്ഥയിലോ അല്ലെങ്കിൽ അക്വ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത അവസ്ഥയിലോ അവ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. ഇത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കെമിക്കൽ ബോണ്ടിങ്ങിലെ രണ്ടാമത്തെ ടൈപ്പ് ബോണ്ടിങ് ആയിട്ടുള്ള കോവാലൻ്റ് ബോണ്ടിനെ കുറിച്ചാണ്. അല്ലേ, അയോണിക് ബോണ്ടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് കോവാലൻ്റ് ബോണ്ട്. യു നോ ദാറ്റ് ദ മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആർ ഫോംഡ് ഓഫ് 2 ആറ്റംസ്. അല്ലേ, 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഡയാറ്റോമിക് മോളിക്യൂളാണ് നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ. അതായത് 2 ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. Have you ever thought how atoms are held together in such diatomic molecule? Diatomic molecule എന്ന് പറഞ്ഞാൽ ഒരേ എലമെൻറ്റിൻ്റെ അല്ലേ 2 ആറ്റങ്ങൾ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇവ ഫോം ചെയ്യുന്നത്. Then let us examine the formation of fluorine molecule. The distribution of electron of fluorine is given in picture. അതായത് ഫിഗർ 3.6ൽ ഫ്ലൂറിൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്ലൂറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല്, ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ 9 ആണ്. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് കാണപ്പെടുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ക്ലോറിൻ? അല്ലേ, 7. നെക്സ്റ്റ്, ഹൗ മെനി മോർ ഇലക്ട്രോൺസ് ആർ റിക്വയർഡ് ഫോർ ദ ഫ്ലൂറിൻ ആറ്റം ടു അറ്റൈൻ ഒക്ടേറ്റ് കോൺഫിഗറേഷൻ? ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് ഒക്ടേറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ ഇനി എത്ര ഇലക്ട്രോൺ വേണം? അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്. ഇനി ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒക്ടേറ്റ് കംപ്ലീറ്റ് ആവും. ഇല്ലേ, ഈസ് ഇറ്റ് പോസിബിൾ ട്രാൻസ്ഫർ ഇലക്ട്രോൺ ഫ്രം 1 ഫ്ലൂറിൻ ആറ്റം ടു അനദർ? അപ്പോൾ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൽ നിന്ന്, ഫ്ലൂറിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താൽ, അപ്പോൾ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൽ നിന്ന് മറ്റൊരു ഫ്ലൂറിൻ ആറ്റത്തിന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണ് ഫ്ലൂറിൻ ആറ്റത്തിനുള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രോണ് മറ്റൊരു ആറ്റത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്റ്റേബിളാവും. പക്ഷേ ഒരു ഫ്ലൂറിൻ എന്ത് ചെയ്യും, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2,6 ആയിട്ട് മാറും, സ്റ്റെബിലിറ്റി കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് മറ്റൊരു ഫ്ലൂറിൻ ആറ്റത്തിന് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മറ്റ് മാർഗ്ഗം എന്താണെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്.
What type of arrangement might have take place between the atoms in order to attain octet configuration? അപ്പോൾ ഇവർക്കും സ്റ്റേബിൾ ആവണമെങ്കിൽ ഒക്റ്ററ്റ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇവിടെ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങൾ തമ്മിൽ ഒരു ഫ്ലൂറിൻ മോളിക്യൂൾ ഫോം ചെയ്തത്. അതായത് ഫ്ലൂറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഓരോ ഫ്ലൂറിൻ ആറ്റത്തിനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നമ്മൾ 7 ഡോട്ട് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഈ രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാകുന്ന സമയത്ത് ഓരോ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെയും ഓരോ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ആ റൗണ്ട് വരച്ചതിൻ്റെ ഉള്ളിൽ, അതായത് 2 പേർക്കും എടുക്കാമെന്ന രീതിയിൽ അവർ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ അറ്റൈൻഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലൂറിൻ ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നത്. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഡൊണേറ്റഡ് ബൈ ഈച്ച് ഫ്ലൂറിൻ ആറ്റം ഫോർ ഷെയറിംഗ്? ഷെയറിങ്ങിന് വേണ്ടി ഓരോ ഫ്ലൂറിൻ ആറ്റം എത്ര ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? 1 ഇലക്ട്രോൺ. ദ നെക്സ്റ്റ്, ഹൗ മെനി പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഇൻ ദ കെമിക്കൽ ബോണ്ടിങ് ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ? ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാകുന്ന കെമിക്കൽ ബോണ്ടിങ്ങിൽ എത്ര പെയർ ഇലക്ട്രോണിനെയാണ് ഷെയർ ചെയ്യുന്നത്? ഇവിടെ 1 പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ്. ഓരോ ഫ്ലൂറിൻ ആറ്റവും 1 ഇലക്ട്രോൺ കൊടുത്തുകൊണ്ട് ടോട്ടൽ ഈ മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് 1 പെയർ ഓഫ് ഇലക്ട്രോൺ, അതായത് 2 ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. ദെൻ അവിടെ ഡെഫിനിഷനായിട്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റംസ് ഈസ് കോൾഡ് എ കോവാലൻ്റ് ബോണ്ട്. അതായത് ഈ ഇലക്ട്രോൺ ഷെയർ ചെയ്തുകൊണ്ട്, കമ്പൈനിങ് ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന കെമിക്കൽ ബോണ്ടിങ് പറയപ്പെടുന്നത് കോവാലൻ്റ് ബോണ്ട് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ദ കോവാലൻ്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് എ സിംഗിൾ ബോണ്ട്. ഒരു പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണ് ഈ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് സിംഗിൾ ബോണ്ട് എന്നാണ്. എ സിംഗിൾ ബോണ്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്മോൾ ലൈൻ. ഒരു ഹൈഫൺ, ഒരു സ്മോൾ ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംഗിൾ ലൈൻ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബിറ്റ്വീൻ ദ സിംബൽസ് ഓഫ് ദ കമ്പൈനിങ് എലമെൻറ്റ് ഇൻ മോളിക്യൂൾ. മോളിക്യൂൾസിലെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് അവരുടെ സിംബലിനിടയിൽ ഒരു സിംഗിൾ ബോണ്ട്, സിംഗിൾ ലൈനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ദ സിംഗിൾ ബോണ്ട് ഇൻ ഫ്ലോറിൻ മോളിക്യൂൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് സിംബൽസ് ആസ് എഫ്. അതിൻ്റെ ഇടയിൽ 2 എഫ് എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു സിംഗിൾ ലൈനാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let us examine the nature of chemical bonding in oxygen, which is a diatomic molecule. ഫ്ലോറിനെ പോലെ തന്നെ മറ്റൊരു ഡയറ്റോമിക് മോളിക്യൂളാണ് ഓക്സിജൻ. ഇനി ഓക്സിജൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ? 8. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ. അല്ലേ, 8 ആയതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6 ആണ്. ഹൗ മെനി മോർ ഇലക്ട്രോൺസ് ആർ റിക്വയർഡ് ഫോർ ഓക്സിജൻ ആറ്റം ടു അറ്റൈൻ ദ ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ? അപ്പോൾ ഈ ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടി ഇനി ഓക്സിജന് എത്ര ഇലക്ട്രോൺ ആവശ്യമുള്ളത്? ഇപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഓക്സിജൻ ഇനി 2 ഇലക്ട്രോണോട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താവും, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റത്തിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ആയതുകൊണ്ട് 6 ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ഓക്സിജൻ അല്ലേ പ്ലസ് ഓക്സിജൻ, അതായത് 2 ഓക്സിജനാണ് അവിടെ കമ്പൈൻ ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഓക്സിജനും 2 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ടോട്ടൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ ഓക്സിജൻ ആറ്റംസ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ മെനി പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഇൻ ദ ഓക്സിജൻ മോളിക്യൂൾ? ഒരു ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എത്ര പെയർ ഇലക്ട്രോണാണ് ഷെയർ ചെയ്തത്? 2 ഇലക്ട്രോൺ. എ ഡബിൾ ബോണ്ട് ഈസ് ദ കോവാലൻ്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 2 പെയർസ് ഓഫ് ഇലക്ട്രോൺ. 2 പെയർ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഒരു കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ഡബിൾ ബോണ്ട് എന്നാണ്. ദ കോവാലൻ്റ് ബോണ്ട് ഇൻ ഓക്സിജൻ മോളിക്യൂൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് സിംബൽസ് ആസ് ഓ ഡബിൾ ബോണ്ട് ഓ. അല്ലേ, അതായത് 2 ഓൻ്റെ സിമ്പിൾ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് 2 പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്തുകൊണ്ടാണ് ആ ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ഡബിൾ ബോണ്ട് എന്നാണ്. ഇനി ഇവിടെ മറ്റൊരു എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്, നൈട്രജൻ. നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 2 നൈട്രജൻ ആറ്റം കമ്പൈൻ ചെയ്തൊരു നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ, അതായത് ഓരോ നൈട്രജൻ ആറ്റത്തിനും ഇനി 3 ഇലക്ട്രോൺ കൂടെ വേണം. കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ആണ്, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 8 എണ്ണം വേണം. അപ്പോൾ ഇനി 3 എണ്ണം കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവർ 3 ഇലക്ട്രോൺ പരസ്പരം ഷെയർ ചെയ്യുക ചെയ്യുന്നത്. 2 നൈട്രജൻ ആറ്റങ്ങൾ തമ്മിൽ 3 ഇലക്ട്രോൺ, 3 പെയർസ് ഓഫ് ഇലക്ട്രോൺ, 6 ഇലക്ട്രോൺ, അതായത് 3 പെയർസ് ഓഫ് ഇലക്ട്രോൺ പരസ്പരം ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഹൗ മെനി പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഹിയർ ടു കംപ്ലീറ്റ് ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ? 3.
ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. എ ട്രിപ്പിൾ ബോണ്ട് ഈസ് ദ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 3 pairs ഓഫ് ഇലക്ട്രോൺ. 3 പെയർ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തുകൊണ്ടാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അറിയപ്പെടുന്ന പേര് ട്രിപ്പിൾ ബോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പെയർ ഇലക്ട്രോണാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. 2 പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണെങ്കിൽ ഡബിൾ ബോണ്ട് എന്നും 3 പെയർ ഇലക്ട്രോണാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. The covalent bond in nitrogen molecule can be represented by using symbols as N triple bond N. Then here is a single bond is formed by the sharing of one pair of electron between hydrogen atoms and thereby stability is attained by gaining the electron configuration of the nearest noble gas helium. അതായത് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്തുകൊണ്ട് ഹീലിയത്തിൻ്റെ തൊട്ടടുത്ത നോബൽ ഗ്യാസ് ആയിട്ടുള്ള ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനാണ് അറ്റൈൻ ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹീലിയത്തിൻ്റെ കേസിൽ 2 ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ ആയാലും അത് സ്റ്റേബിളാണ്. Then you have understood the covalent bonding in chemical molecules such as hydrogen, nitrogen, oxygen, fluorine. Let us examine the nature of the chemical bond in certain molecules of compound. See the representation of the chemical bond in hydrogen chloride molecule. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഡയാറ്റോമിക് മോളിക്യൂളായിട്ടുള്ള സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്നതിൻ്റെ പിക്ചറാണ്. അതായത് ഹൈഡ്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. ഇനി ഹൈഡ്രജൻ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 1 ഇലക്ട്രോണൂടെ വേണം. ക്ലോറിൻ്റെ കേസിലാണെങ്കിൽ ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. 1 ഇലക്ട്രോണൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലോറിനും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്തുകൊണ്ടാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. ദെൻ റെപ്രസെൻറ്റ് ദ കോവാലന്റ് ബോണ്ട് ഇൻ ഹൈഡ്രജൻ ക്ലോറൈഡ് യൂസിങ് സിമ്പൽ അല്ലേ. അതായത് സിമ്പൽ ഉപയോഗിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ കോവാലന്റ് ബോണ്ടിങ് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ H+Cl ഗീവ്സ് HCl എന്നാണ് എഴുതുക. അതായത് ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്ത് HCl എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടാണ് കിട്ടുന്നത്. ദ കെമിക്കൽ ബോണ്ട് ഇൻ ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ഫിഗർ 3.10. അവിടെ സിമിലർലി റെപ്രസെൻറ്റ് ദ ബോണ്ട് ഇൻ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഇതുപോലെ ഹൈഡ്രജൻ ഫ്ലൂറൈഡിലുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് സ്വന്തമായിട്ട് ചെയ്യാം. See the representation of chemical bond in water molecule. വാട്ടർ മോളിക്യൂൾ നമുക്കറിയാം H2O എന്നാണ്. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ മോളിക്യൂൾ കിട്ടുന്നത്. അപ്പോൾ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിനും ഓരോ ഇലക്ട്രോണാണ് ആവശ്യമുള്ളത്. അതേപോലെ ഓക്സിജൻ്റെ കേസാണെങ്കിൽ ഓക്സിജൻ ഇനി എന്ത് വേണം, 2 ഇലക്ട്രോൺ വേണം. അപ്പോൾ ഓരോ ഹൈഡ്രജനിൽ നിന്നും ഓരോ ഇലക്ട്രോണ്, ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജനും തമ്മിലാണ് അവിടെ ഷെയറിങ് നടക്കുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ 2 സൈഡിലും 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ഓക്സിജനും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാം, ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഹൗ മെനി കോവാലന്റ് ബോണ്ട്സ് ആർ ഫോംഡ് ഹിയർ? ഇവിടെ 2 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഓക്സിജനും ഓരോ ഹൈഡ്രജൻ ആറ്റങ്ങളും തമ്മിലും. കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ടിങ് ആർ കോൾഡ് കോവാലന്റ് കോമ്പൗണ്ട്സ്. അതായത് നമ്മൾ അയോണിക്കിൽ പറഞ്ഞ പോലെ തന്നെ കോവാലന്റ് ബോണ്ടിങ് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളെ കോവാലന്റ് കോമ്പൗണ്ട് എന്നാണ് പറയുക. വെൻ നോൺ മെറ്റൽസ് കമ്പൈൻ ടുഗദർ യൂഷ്വലി കോവാലന്റ് ബോണ്ട്സ് ആർ ഫോംഡ്. അതായത് നോൺ മെറ്റലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ സാധാരണയായിട്ടും കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. നമുക്കൊറ്റ ടോപ്പിക്കും കൂടെ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്. കോവാലന്റ് കോമ്പൗണ്ട് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അതായത് ഈ 3 അവസ്ഥകളിലും കോവാലന്റ് കോമ്പൗണ്ട് കാണപ്പെടുന്നുണ്ട്. ദേ ആർ ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ. സാധാരണയായിട്ട് അവ വാട്ടറിൽ സോലുബിൾ അല്ല, ഇൻസോലുബിൾ ആണ്. നെക്സ്റ്റ്, ദേ ആർ സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ് ലൈക്ക് കെറോസിൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ എക്സെട്ര അല്ലേ. ഇത് വാട്ടർ സോലുബിൾ അല്ല എന്ന് പറഞ്ഞു. അവ പിന്നെ സോലുബിൾ ആയിട്ടിരിക്കുന്നത് ഓർഗാനിക് സോൾവെൻ്റ് ആയിട്ടുള്ള കെറോസിൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ മുതലായവയിലാണ്. ദെൻ ദെയർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് ആർ യൂഷ്വലി ലോ അല്ലേ. നമ്മൾ അയോണിക് കോമ്പൗണ്ടിൽ പഠിച്ചിട്ടുള്ളത് അയോണിക് കോമ്പൗണ്ടിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഹൈ എന്നാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ലോ ആണ്. ജനറലി ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സാധാരണയായിട്ട് ഇവ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സോ അതോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ചെറിയൊരു ഭാഗം കൂടാണ് എക്സാമിനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു.